എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്ന് നമ്മുടെ 7/7 പോർട്ടലിൻ്റെ ഓപ്പണിംഗ് ആണ്. രാവിലെ ചെയ്യാൻ പറ്റിയവരൊക്കെ ചെയ്തോ നമ്മുടെ മാനിഫെസ്റ്റേഷൻ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും തോട്ട്സും. കാരണം 7/7 പോർട്ടൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അറ്റ് ദിസ് മൊമെൻറ്റ്, ഇപ്പോൾ ഈ നേരത്തുള്ള നിങ്ങളിത് കാണുന്ന നേരത്തുള്ള ചിന്തകളാണ്. ഓക്കെ, എൻ്റെ ശബ്ദം കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് 2 ദിവസമായിട്ട് സൗണ്ട് ഭയങ്കര ലോ ആണ്. പരമാവധി ഉച്ചത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ത്രോട്ട് പെയിനൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് ഇത്തിരി സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഞാൻ എല്ലാവരുടെയും രാശി പറയുന്നുണ്ട്. രാശി പറയുന്നവിടെ നിങ്ങളുടെ ആണോ, നിങ്ങളുടെ പേഴ്സൻ്റെ ആണോ, അല്ല രണ്ടുപേരുടെയും തന്നെ ആയിരിക്കാമോ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയും. അത് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഞാൻ നിങ്ങളുമായിട്ടുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങളിൽ ത്രൂ മാത്രമേ എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. കൂടുതൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. തുടങ്ങിയാലോ? Divine, please guide. What are my viewers' persons' current energy as of today, as of now? ഈ സമയത്ത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരെ പ്രതി എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരെ പ്രതി എന്താണ് ഈ നിമിഷം? അവരുടെ കറണ്ട് എനർജി എന്താണ്? Divine, please help me connect with my viewers person's current energy. Viewers person's current energy, please. Queen of Swords, 3 of Wands, Hierophant, the Emperor, 4 of Wands, Wheel of Fortune, 9 of Wands, 2 of Swords, bottom of the deck വന്നിട്ട് Knight of Wands. ഓക്കെ, കറണ്ട് എനർജി പ്രകാരം അവർ നിങ്ങളെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള തേർഡ് പേഴ്സണെ, കാരണം 3 of Wands വെച്ചിട്ട് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് അവരെ കുറച്ച് പേടിക്കുന്ന പോലെയാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ പേടിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കാരണം നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ അവർ വേദനിപ്പിക്കുകയോ വല്ലതും ചെയ്ത് കാണണം, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ട് കാണും. അപ്പം നിങ്ങൾ വഴക്ക് പറയുമോ, അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ വഴക്ക് പറയുമോ എന്നൊക്കെ ആലോചിച്ചൊരു ടെൻഷനിലിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, 3 of Wands വെച്ചിട്ട് 2-3 സിനാറിയോ അവിടെ നമുക്ക് എടുക്കാം. ഒന്ന്, അവർ നിങ്ങളുമായിട്ടുള്ള ലൈഫ് പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ലോങ് ടൈം പ്ലാനിങ്ങിലാണ്. അല്ലെങ്കിൽ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് രണ്ട് സിനാറിയോ ആണ്. ആർക്കെല്ലാം എങ്ങനെ റെസനേറ്റ് ആവുന്നോ അതുപോലെ എടുക്കുക. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ലൈഫ് പ്ലാൻ ചെയ്യുന്നു എന്നെടുക്കുക. ഹെയറോഫൻ്റ് വെച്ചിട്ട്, ഹെയറോഫൻ്റ് ഒരു മാരീഡ് പേഴ്സൺ ആണ്, സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സണാണ്. 4 പേര് ഉപദേശം തേടി ഇവരുടെ അടുത്ത് വരുന്ന ഒരാളാണ്. നല്ല സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരാളാണ്. ഇവർ സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ഫാക്ടേഴ്സ്, അതായത് ഇവർ വിശ്വസിക്കുന്ന ആ ഒരു റിലിജിയൻ ഉണ്ടല്ലോ, ജാതി, മതം, കൾച്ചർ, അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അതെല്ലാം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊന്നും വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. സോഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ആ ഒരു ബഹുമാനമൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, അതേപോലെ ആ ഒരു നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് വീട്ടുകാർ പറഞ്ഞു തരില്ലേ, അതൊക്കെ വളരെ ഉറച്ച് വിശ്വസിച്ച് കടുംപിടുത്തം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ അറ്റ് പ്രസൻറ്റ് അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിൽ, കുടുംബ കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അതാണ് അവരുടെ കാര്യം.
എംപറർ വെച്ചിട്ട് ഭയങ്കര ഈഗോ ആണ്, അവർക്ക് താഴ്ന്നു തരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സോറി ഒന്നും പറയില്ല. അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ നിങ്ങളായിട്ടൊന്ന് വഴക്കൊക്കെ ഇട്ടിട്ടിരിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ഞാൻ സോറി പറയില്ല, അവർ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സോറി പറയട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ഈഗോ ഒട്ടും വിട്ട് കൊടുക്കാതെ താണു തരാൻ തീരെ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ ഒക്കെ വരണം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു ഇവൻ്റ്, എന്തോ ഒരു വലിയ ഒരു ഗെറ്റ് ടുഗദർ, ഒരുപാട് പേര് കൂടിച്ചേരുന്ന ഒരു സംഭവം, ആ ഒരു ഇവൻറ്റിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഇവർ അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. ഓക്കെ, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു മാരേജ് ഒക്കെ പറയുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നെങ്കിൽ, അതായത് വീട്ടുകാരുടെ ഇടപെടലൊക്കെ മൂലം ചിലപ്പോൾ കല്യാണമൊന്നും സമ്മതിക്കാതെ, ഈ പറഞ്ഞ പോലെ കാസ്റ്റ് കൾച്ചർ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ കാരണം വീട്ടുകാർ ചിലപ്പോൾ എതിർക്കുമല്ലോ. അങ്ങനത്തെയൊക്കെ ഒരു കേസിൽ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയുന്നതായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻ സക്സസ്സിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിക്കും. ഓരോ കാർഡ് വെച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്യുള്ളൂ കേട്ടോ. അതേപോലെ 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വെച്ചിട്ട് അവർ എന്തോ ഒരു റെസ്ട്രിക്ഷൻ, ഒരു തടസ്സം അവർക്കവിടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അവർ ബോധനാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ ഇടുന്ന പോലത്തെ, അതായത് കാത്തിരുന്ന് മാത്രമേ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കൂ, അങ്ങനെ ഒരു തടസ്സം അവർക്ക് അവരുടെ മുന്നിലുള്ളതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ക്രോസ് റോഡ് സിറ്റുവേഷൻ, 2 തീരുമാനങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് അവർ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണൽ കാര്യത്തിനെ പറ്റിയിട്ടാണ് ആ 2 തീരുമാനം, ജോലിപരമായിട്ടൊന്നുമല്ല, ഇമോഷണലായിട്ട് ഇവരുടെ 2 തീരുമാനങ്ങൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളതിൽ പെട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളോട് വളരെ സ്നേഹമാണ്, പാഷനേറ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുന്ന സമയത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും രാശി ഒരുമിച്ച് പറയാം, അല്ലെങ്കിൽ റെപ്പിറ്റീഷൻ ആവുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാരിഫൈ ചെയ്താലോ. ഇത് കറണ്ട് എനർജിയാണേ. ഡിവൈൻ ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ് പ്ലീസ് clarify Queen of Swords. Please clarify Queen of Swords. Why is Queen of Swords here? Hanged Man. ഓക്കെ, 2 ബോട്ടം ഓഫ് ദി ഡെക്കും കൂടെ ഞാൻ എടുക്കാം, അപ്പോഴേ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇത് ചാരിയറ്റും ഹാങ്ഡ് മാനും ആണ്. അതായത് ഇവർക്ക് തടസ്സം ആയിട്ട് നിന്നിരുന്നത് ഒരു പക്ഷേ ഇവരുടെ അമ്മയായിരിക്കാം കേട്ടോ. അത് ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഞാൻ അവിടെ പറഞ്ഞെങ്കിലും തേർഡ് പാർട്ടി ഉറപ്പായിട്ടും സ്പൗസ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ ഇത് ഒരമ്മയാവാനും സാധ്യതയുണ്ട്. ഇവരുടെയോ നിങ്ങളുടെയോ അമ്മ ഈ ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവരുടെ ചിന്തകളുടെ രീതി മാറി നല്ല രീതിയിൽ അവരൊരു ഹോപ്പ്ഫുൾ സിറ്റുവേഷനായിട്ട് അതിനെ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു തീരുമാനത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോം ധരിക്കുന്ന ജോബ് ആവശ്യമുള്ള ജോബിൽ ഉള്ള ഒരാളായിരിക്കണം. വളരെ തീരുമാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യാനുമൊക്കെ വളരെ പ്രാപ്തിയുള്ള ഒരാളാണ്. ഇവരുടെ താഴെ കുറച്ച് പേരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ചാരിയറ്റിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശിയായിരിക്കും. ഹാങ്ഡ് മാൻ വന്നിട്ട് പൈസസ്, മീനരാശിയാണ്. ക്വീൻ ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇതിൽ കർക്കിടക രാശിയും മീനരാശിയും പ്രബലമായിട്ട് തന്നെ ഉണ്ട്. 2 മേജർ അർക്കാന കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും നടന്നിരിക്കും കേട്ടോ. അമ്മയൊക്കെയാണ് അവിടെ തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ മാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതേപോലെ 3 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് 3 ഓഫ് വാണ്ട്സ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ 3 ഓഫ് വാണ്ട്സ്. Clarify 3 of Wands. Okay. 3 of Wands, King of Swords, 8 of Cups.
അവിടെ അമ്മയാണ് പ്രശ്നമെങ്കിൽ ഇവിടെ അച്ഛനാണ് പ്രശ്നം. ഇവിടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനമുള്ള ആരെങ്കിലും, ഓക്കെ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഈഗോ ആയിരുന്നു പ്രശ്നമെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ കൂടുതലും തല ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത്. അവർക്ക് മാനസികമായിട്ട് എന്താ പറയുക, നമ്മൾ ഇമോഷണലായിട്ടൊക്കെ ചിന്തിക്കില്ലേ, അത് കുറവാണ്. ഇവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തകളാണ് കൂടുതലും. അതേപോലെ വീട്ടിൽ അച്ഛനെ പേടിയാണ്. അച്ഛൻ അവിടെ ഭയങ്കര കൺട്രോളിലുള്ള ഒരാളാണ്. അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരു ഗുരു ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ വാക്ക് കേട്ടിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തൽക്കാലമായിട്ടെങ്കിലും ഒന്ന് പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യം വന്നത്. ആ സിറ്റുവേഷനിൽ അവരെ വിട്ട്, അതായത് ആ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് അവർ ഇന്ന് ആലോചിക്കുന്നത്. ഈ നിമിഷം ഇപ്പോൾ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ എനർജി അതാണ്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. ആർ ദേ കമ്മിങ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? ഓക്കെ, ആ സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം. കാരണം സ്ട്രെങ്ത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സണെ, അതായത് ഈ അച്ഛനെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനമുള്ള അവരെയോ അല്ലെങ്കിൽ സ്വയമോ അവരവരുടെ ഈഗോ തന്നെ ആണെങ്കിൽ ആ സിറ്റുവേഷനെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഇവരുടെ കറണ്ട് എനർജി കേട്ടോ. ഈ നിമിഷം അവർ മിക്കവാറും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ രാശികൾ വന്നിട്ട്, സ്ട്രെങ്ത്ത് വന്നിട്ട് ലിയോ രാശി, ചിങ്ങ രാശിക്കാരെ ഏറ്റവും കൂടുതൽ. സ്വാർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പിന്നെ വോൺസ് ഉണ്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ രാശികളുണ്ട്. രണ്ടുപേരുടെയും ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഹെയറോഫൻറ്റിൻ്റെ കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ക്ലാരിഫൈ ദ ഹെയറോഫൻറ്റ്. ക്ലാരിഫൈ ദ ഹെയറോഫൻറ്റ്. ഹെയറോഫൻറ്റ് വന്നിട്ട് ടോറസ് രാശിയാണ്, വൃഷഭ രാശി, ഇടവം. അതായത് ലവേഴ്സും 3 ഓഫ് സ്വാർട്സും ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളോട് അളവിൽ കവിഞ്ഞ സ്നേഹമാണ്. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് മാരീഡാണ്. അവർക്ക് അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അതൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം അവർക്കതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമം ഇവർ ഈ നിമിഷം ആ എനർജിയിലാണ്. ഒരു പക്ഷേ ഇവരുടെ സ്പൗസിൻ്റെ അടുത്ത് ഈ നേരം വഴക്കിടായിരിക്കും, നിങ്ങളെ ചൊല്ലിയായിരിക്കും ഈ വഴക്ക്. അവിടെ അവരിപ്പോൾ അവരുടെ സ്പൗസ് നിങ്ങളെപ്പറ്റി ചോദിച്ചു കാണും, ഇവർ വഴക്കിട്ട് കാണും. അപ്പോൾ വീണ്ടും ആ വേദന അവരതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ വേദന വീണ്ടും ഇവർക്ക് ഓർമ്മ വരുന്നതായിട്ടാണ് ഇപ്പോൾ കേട്ടോ ഈ സമയത്ത് കാണുന്നത്. ഹെയറോഫൻറ്റ് വെച്ചിട്ട് ടോറസ് രാശി, ഋഷഭ രാശി, ഇടവം. അതേപോലെ ലവേഴ്സ് വെച്ചിട്ട് മിഥുന രാശി, ജമുനൈ രാശിയാണ്. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുനൈ, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇതിൽ ജമുനൈ, മിഥുനം രാശി വളരെ കൂടുതലായിട്ട് തന്നെയുണ്ട്. ക്ലാരിഫൈ ദി എംപറർ. Clarify the Emperor. Clarify the Emperor, please. Please clarify the Emperor. Oh, okay. 10 of Cups and 2 of Cups. Very good. Emperor, Aries, Meda Rashi. കപ്സിൻ്റെ എനർജി വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായും ഈ രാശിയിലായിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ഏരീസ് രാശി ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഫാമിലി ആയിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ തടസ്സമെങ്കിൽ ഇത് പഠിക്കുന്ന ആൾക്കാരായാലും ആരായാലും കേട്ടോ. ഇന്നലെ ഞാനൊരു മോൻ്റെ മെസ്സേജ് കണ്ടിരുന്നു. കോളേജ് സ്റ്റുഡൻസിനെയും കൂടെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഇത് എല്ലാവർക്കും ഉള്ള റീഡിംഗ് ആണ് കേട്ടോ. അതായത് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ എടുത്തോളാം. ഇപ്പോൾ ഒരു അമ്മ മകന് വേണ്ടിയാണ് ഇത് കാണുന്നതെങ്കിൽ അവിടെ തേർഡ് പാർട്ടി ചിലപ്പോൾ മരുമകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
ആ കോണ്ടെക്സ്റ്റിൽ അത് എടുത്തോളണം, അത്രയേ ഉള്ളൂ. അത് ഒന്ന് മാറ്റി വായിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ എംപറർ വന്നിട്ട് ഇവരുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് ഇവരുടെ സ്റ്റാറ്റസ് ആണ് ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരുടെ ഫാദർ, ഇവരുടെ അച്ഛനുണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരാളായിരിക്കണം. അവർ കുറച്ച് ദേഷ്യമൊക്കെ സൂക്ഷിക്കുന്ന, കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, പല ജാതി മതം അതൊക്കെ വളരെ പ്രബലമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. വളരെ 4 പേർക്ക് അറിയാവുന്ന ഒരാളാണ് ഇവരുടെ അച്ഛൻ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം ഫാമിലിയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണുന്നുണ്ട്. അത് തരണം ചെയ്ത് ഇപ്പോൾ അവർ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതിനെപ്പറ്റി, നിങ്ങളിത് കാണുന്ന സമയത്ത് അവരുടെ ഫാമിലി നിങ്ങളുടെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഫൈനലി നിങ്ങളുടെ റീയൂണിയനിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 4 of Wands. ക്ലാരിഫൈ 4 of Wands. അതിൻ്റെ അടുത്ത കാർഡ് 4 of Wands ആണ്. അപ്പോൾ അത് കണക്ഷൻ വന്നതുണ്ടോ? 6 of Wands and Judgment. വെരി ഗുഡ്. അതായത് ഇവർക്ക് റിയലൈസ് ചെയ്തു നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, ഈ ജന്മത്തിലുള്ള ബന്ധമല്ല നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണ്, ഒരുപാട് ജന്മങ്ങളായിട്ടുള്ള ബന്ധമാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലായി. ഇവർ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളൊരു പക്ഷേ ഒരു പ്രയർ ഗ്രൂപ്പിലോ സത്സംഗത്തിലോ അങ്ങനെയൊക്കെ വെച്ച്, അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് സ്ഥിരമായിട്ട് പരസ്പരം കാണുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ ഒരു വക്കീലോ ഒരു ഡോക്ടറോ നിങ്ങൾ തന്നെ ആവാം കേട്ടോ, ഒക്കെ ആയിരിക്കാൻ സാധ്യത, പ്രൊഫഷനിലായിരിക്കാൻ സാധ്യതയുണ്ട്. 4 പേര് ഇവരുടെ അടുത്ത് ഒരു ഉപദേശമൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർ. ഈ ക്ലൂ പറയുന്നത് എന്തിനാ അറിയോ? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് തുലാരാശി, തുലാരാശിക്കാരാണ് കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, രണ്ട് കാർഡ് വോൺസ് തന്നെയാണ്. അപ്പോൾ ഈ രാശിക്കാരും കൂടുതലായിട്ട് തുലാരാശിക്കാരുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കല്യാണം ഒക്കെ ഓഫർ ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു മാരേജ്, ഒരു എൻഗേജ്മെൻറ്റ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസലോ ആയിട്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ഇത് ഇവരുടെ വീട്ടിൽ ഇവർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം കുറേ പേരിരുന്ന് സംസാരിക്കുന്ന ഒരു പിക്ചറാണതിൽ. അപ്പോൾ അതായത് വീട്ടുകാർ എല്ലാം കൂടി ഇരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, മജീഷ്യൻ ആൻഡ് ദി എംപറർ. മജീഷ്യൻ ആൻഡ് ദി എംപറർ. ഇവിടെയും അത് തന്നെയാണ്. വീട്ടുകാരുടെ തടസ്സം മൂലം, വീട്ടുകാരുടെ എതിർപ്പ് മൂലം, ഇന്ന് കൂടുതലും വീട്ടുകാരുടെ എതിർപ്പാണല്ലോ കാണുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്ഥാനമുള്ളവർ അങ്ങനെയൊക്കെ എതിർക്കുന്നതായിട്ടാണ് കൂടുതലായിട്ട് ഇന്ന് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ടായാലും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും അതെ 24 മണിക്കൂറും നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇതേപോലെ മെഡിസിനുമായിട്ട്, അതായത് മരുന്നുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈവൻ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കാം, ഹീലറായിരിക്കാം. ഹീലർ എന്നൊക്കെ പറയുമ്പോൾ റെയ്ക്കി അങ്ങനെയൊക്കെ ചെയ്യില്ലേ, ലൈക്ക് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനത്തെ ഒരാളായിരിക്കും. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവരുടെയും പ്രശ്നം വീട്ടിൽ നിന്നുള്ള എതിർപ്പായിരുന്നു. ആ എതിർപ്പ് മറികടന്നിട്ട്, കാരണം ഇവരുടെ ഫാമിലിയും കുറച്ച് പ്രബലമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഇവരുടെ രാശി വന്നിട്ട് മജീഷ്യൻ വെച്ചിട്ട് ടോറസ്, ഋഷഭ രാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളും ആയിരിക്കാം. ഏരീസ്, മേടരാശിയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഏകദേശം എല്ലാ രാശിയും തന്നെ വരുമെങ്കിലും ഞാൻ കൂടുതലായിട്ടും ടോറസും മേടരാശിക്കാരെയും പറയും. ഓക്കെ, ഈ 2 രാശിക്കാരിൽ പെട്ടവരായിരിക്കും. ഇത് ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ,
ആ തടസ്സങ്ങൾ മറികടന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യാണ്. ഈ സമയം ഇതൊന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരണേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റേസ് കാർഡാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ കറണ്ട് എനർജി ക്ലാരിഫൈ. 9 of Wands. 9 of Wands, please. Clarify 9 of Wands, please. Ace of Cups and 2 of Swords. Ace of Cups, 2 of Swords. മനസ്സിൽ നിറയെ സ്നേഹമാണ്. ഈ നിമിഷം നിങ്ങളെപ്പറ്റി വളരെ സ്നേഹത്തോടെ തന്നെ കറണ്ട് എനർജി സ്നേഹമാണ്. പക്ഷേ വെയിറ്റിംഗ് പീരീഡാണ്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് ജഗ്ലിംഗ് ആണ്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും തൽക്കാലം വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അതാണ് അവർ ഈ സമയത്ത് അവരുടെ കറണ്ട് എനർജി. അവർക്ക് വിഷമമാണ്, ഓക്കെ, കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അഗെയിൻ ഏസ് ഓഫ് കപ്സ് ആൻഡ് വാണ്ട്സ് ആൻഡ് സ്വോർഡ്സ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ആ രാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ 2 of Swords. Please clarify 2 of Swords. Why is 2 of Swords here? Okay. Knight of Cups and 9 of Cups. Very good. ഇതിൽ ചിലരെങ്കിലും ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ രാശി പറയാം. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ രാശിക്കാരായ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അവിടെ കൺഫ്യൂഷൻ എന്തുമാവാം. വീട്ടുകാരെ ചൂസ് ചെയ്യണോ, സ്പൗസിനെ ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ എന്നുള്ള ഏത് സിറ്റുവേഷനും ആവാം കേട്ടോ. ജോലി ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ, അങ്ങനെ ആവാം. റെസ്പോൺസിബിലിറ്റി ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ, അങ്ങനെ ആവാം. അങ്ങനെ ഒരു 2 വേ കൺഫ്യൂഷനിൽ പെട്ട് കിടന്ന് അവിടെ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജിയുമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാണ്ട്സ്. പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാണ്ട്സ്. ഓക്കെ, അഗെയിൻ വെയിറ്റിംഗ് പീരീഡാണ്. ആൻഡ് 7 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് വാണ്ട്സ്. വാണ്ട്സിൻ്റെ എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പിന്നെ കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റും കാര്യങ്ങളും എല്ലാം ആണ്. പക്ഷേ അവരിപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഒരു തടസ്സം ഫേസ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. പാസ്റ്റിലെ കാര്യങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കും. മാനസികമായിട്ടല്ലെങ്കിലും ഫിസിക്കലി ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. നിങ്ങളുടെ ഇടയിൽ ഒരു മതിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള കാരണം റെസ്പോൺസിബിലിറ്റീസാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം അവർക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി ഞാൻ ക്വിക്കായിട്ട് അവരുടെ ഇപ്പോഴത്തെ തോട്ട്സ്, ഞാൻ ഒരു 5 കാർഡേ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ തോട്ട്സ്, ഈ നിമിഷം അവർ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നും കൂടെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഈ നിമിഷം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെപ്പറ്റി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നിമിഷത്തിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെപ്പറ്റി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദി എംപ്രസ്, പേജ് ഓഫ് കപ്സ്, 5 of Swords, 8 of Pentacles, 3 of Pentacles, King of Pentacles. കേട്ടോ, ഇത്രയും മതി കാർഡ്സ് നമുക്ക്. ഇത് എംപ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പ്രതി ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെ പറ്റി അവർ ആലോചിക്കുന്ന നിങ്ങൾ വളരെ സൗന്ദര്യമുള്ള, വളരെ സ്വഭാവശുദ്ധിയുള്ള, വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ. അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന കെയറും നർച്ചറിങ്ങും ഒക്കെ അവർക്ക് ജീവിതത്തിൽ നിന്ന് വേറെ ആരുടെ എന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ യാതൊന്നും വേണ്ട എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മയോ അച്ഛനോ ആയിട്ട് നിങ്ങളെയാണ് അവർ കാണുന്നത്. അത്രയും ലെവലിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവർ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ സമയം, നിങ്ങളിത് കാണുന്ന സമയം കേട്ടോ. അതേപോലെ നിങ്ങൾ ഓൺലൈൻ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് DP ആവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് എന്തും ആവട്ടെ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എന്തും നിങ്ങളുടെ പ്രസൻസ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. 5 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം. ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്. എന്തിനാണ് ഇവർ ടെൻഷൻ അനുഭവിക്കുന്നത്? 7 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, ചില എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമമാണ് അവിടെ കാണുന്നത്. ഓക്കെ, എംപ്രസ് വെച്ചിട്ട് ടോറസ് രാശി, ഋഷഭ രാശിക്കാർ. ഓക്കെ, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. സ്വാർഡ്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. 7 ഓഫ് സ്വാർഡ്സ് വെച്ചാൽ അവരൊരു ചെറിയ യാത്രയിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. 8 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഇവർ പല കാര്യങ്ങളായിട്ട് ഇപ്പോൾ തിരക്കിലാണ്. അവരവരുടെ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവർ ജോബിലായിരിക്കും കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്, അത് കുറച്ചൊന്നും അല്ല, ഒരുപാട് ജോലി അവർക്ക് ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട്. ക്ലാരിഫൈ 8 ഓഫ് പെൻഡക്കിൾസ്. അറ്റ് പ്രസൻറ്റ് അവർ അതിനെപ്പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 10 ഓഫ് വാൻസ്. എക്സോസ്റ്റഡ് ആൻഡ് ടയേർഡാണ്. അതായത് ജോലി ചെയ്തിട്ട് അവർ ഫിസിക്കലി ഭയങ്കര ടയേർഡാണ്. അവർ അറ്റ് പ്രസൻറ്റ് അതിനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. വാൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. 3 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. 10 ഓഫ് പെൻഡക്കിൾസ്. അവരുടെ ഫാമിലി നെ പറ്റിയിട്ടാണ് അവർ ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരവരുടെ ഫാമിലിയിലായിരിക്കും ഈ സമയം. നിങ്ങൾ കാണുന്ന സമയത്ത് അവരവരുടെ ഫാമിലിയുടെ കൂടെയാണ്. ഓക്കെ, ആർ ദേ തിങ്കിങ് അബൌട്ട് മൈ വ്യൂവേഴ്സ്? പ്ലീസ് ടെൽ മീ, ആർ ദേ തിങ്കിങ് അബൌട്ട് മൈ വ്യൂവേഴ്സ്? സ്ട്രെങ്ത്, ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. കാരണം അറ്റ് പ്രസൻറ്റ് അവർ അവരുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ ആവാം, നിങ്ങളുടെ ബന്ധത്തിനെ എതിർക്കുന്ന എന്തുമാവാം കേട്ടോ. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തുമാവാം, അവരുടെ സ്പൗസ് ആവാം, എന്തുമാവാം. അറ്റ് പ്രസൻറ്റ് നിങ്ങളിത് കാണുന്ന സമയത്ത് അവരവരുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ഷമയോടുകൂടി മാത്രമേ, നിങ്ങളെ വിളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവരൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. അതാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ 'കിങ് ഓഫ് പെൻഡക്കിൾസ്. വളരെ റെസ്പോൺസിബിലിറ്റി എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ. ഇതിൻ്റെ രാശി പറഞ്ഞില്ലായിരുന്നു. 10 പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഇടവ രാശി കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് ലിയോ, ചിങ്ങരാശി. ചിങ്ങരാശിക്കാരാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. പെൻഡക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ക്ലാരിഫൈ 'കിങ് ഓഫ് പെൻഡക്കിൾസ്' പ്ലീസ്. കിങ് ഓഫ് വാൻസ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്, എല്ലാമാണ്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് ജെനുവിനുമാണ്. ഓക്കെ, ജെനുവിൻലി ഇൻ ലവ് ആണ് നിങ്ങളുടെ അടുത്ത്. പക്ഷേ അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത്, അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ 2 പുരുഷന്മാരുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അവരതിനെ പറ്റിയിട്ട് ബോധഡാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീ മാരീഡാണ്. അപ്പോൾ ആ തേർഡ് പേഴ്സണെ പറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട്, നിങ്ങൾ ലേഡി ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റി ആലോചിച്ചിട്ട് അവർ ടെൻസ്ഡാണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ പേഴ്സണാണ് മാരീഡെങ്കിൽ നിങ്ങൾ അവരുടെ ഹസ്ബൻഡിനെ പറ്റി ഓർത്തിട്ട് ടെൻസ്ഡാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ്.